Hey guys, welcome back to Kodaikanal Vlog Part 3. This is Adar sir and this is Ajal sir. കഴിഞ്ഞ പാർട്ടിൽ ഞാൻ ബിബിഡി മിസ്സിനെ പരിചയപ്പെടുത്തുന്നിരുന്നു. ഞങ്ങൾ 4 പേരും ഒരുമിച്ച് ഒരേ കോളേജിലാണ് MCA ചെയ്തത്. അത് ഞാൻ ഏതൊരു വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറിയിരിക്കുന്നു. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ലേക്ക് ആയിരുന്നു. ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ലേക്ക് കാണാനായിട്ട് പോയത്. കാര്യം സൈക്ലിങ്ങിലും ബോട്ടിങ്ങിനും ഒക്കെ പോകണമെന്നുണ്ടായിരുന്നെങ്കിലും വഴിയരികിലെ കടകൾ നമ്മളെ മാടി വിളിച്ചപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് പോയി. അത് മാത്രമല്ല നമുക്ക് സമയത്തിന്റെ കുറവുണ്ടായിരുന്നു. കൊടൈക്കനാൽ വരെ വന്നിട്ട് 2 സ്വീറ്റ്സ് എങ്കിലും മേടിച്ചില്ലെങ്കിൽ മോശമല്ലേ എന്ന് ഓർത്ത് ഞങ്ങൾ സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് ഇറങ്ങി. കുട്ടികൾ സൈക്ലിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലേക്ക് വിസിറ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ റൂമിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ ആശ്വാസം. റൂമിലെത്തി ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് പോയി. ഈ ഡിന്നർ കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ക്യാമ്പ് ഫയർ. കാരണം ഈ തണുപ്പത്ത് നല്ല തീയുടെ ചോട്ടിൽ നിന്ന് ഡാൻസ് കളിക്കാനായിട്ട് ആർക്കും ഇഷ്ടമില്ലാത്തത്. അങ്ങനെ ക്യാമ്പ് ഫയറിന് ചെന്ന പാട്ടൊക്കെ ഇട്ടെങ്കിലും ആദ്യത്തെ ഒരു 10 മിനിറ്റ് എല്ലാവരും തീയുടെ ചോട്ടിലായിരുന്നു. എല്ലാവരും ഇത്ര ധൃതിപ്പെട്ട് ഈ ക്യാമ്പ് ഫയറിലേക്ക് വന്നത് തന്നെ തണുപ്പ് മാറ്റാനാണെന്ന് എനിക്ക് അപ്പോഴും മനസ്സിലായത്. അങ്ങനെ ഡോഗ് സാറിന്റെ ക്യാമറ റോൾ കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേരും ടീച്ചേഴ്സും എല്ലാവരും നല്ല വൈബായി, എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ബാക്കി ഞാൻ വിഷ്വലെടുക്കാൻ മറന്നുപോയി. ഇത് പിറ്റേ ദിവസം രാവിലെയാണ്. ക്യാമ്പ് ഫയർ ഒക്കെ കഴിഞ്ഞ് നേരെ ബോധം കെട്ട് കിടന്ന് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലത്തെ വിഷ്വലാണിത്. നമ്മളിത് ഡേ 2 ആണ്. ഇന്ന് നമ്മൾ തേനിക്കാണ് പോകുന്നത്. സോ രാവിലെ തന്നെ എണീച്ചു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അധികം ടൈം കളയാതെ ഞാൻ റെഡി ആയിട്ട് ഇറങ്ങിയിട്ട് എനിക്ക് ആ വിഷ്വൽ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. സോ ഞാൻ രാവിലെ തന്നെ ക്യാമറയും പൊക്കി പിടിച്ചിറങ്ങി. ഇതുപോലുള്ള പ്ലേസിൽ വന്നിട്ടുണ്ടെങ്കിൽ രാവിലത്തെ ആ മോർണിംഗ് വ്യൂ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തോ മനസ്സിൽ ഭയങ്കര ഹാപ്പിനെസ് ആണ്. സോ ഞാൻ ആ ഒരു വ്യൂ ഒക്കെ കണ്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തപ്പോഴാണ് താഴെ ഫോട്ടോഷൂട്ട് നടക്കുന്നതാണ്. സോ ഞാനും അവരുടെ കൂടെ പോയി ഫോട്ടോഷൂട്ടിനൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ അവിടെ നിന്ന് റെഡി ആയിട്ട് ഇറങ്ങി. എൻ്റെ ക്ലാസ്സിലൊരു സ്റ്റുഡൻറ്റിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അന്ന്. സോ ഞങ്ങൾ വണ്ടിയിൽ വെച്ചത്. സൊല്യൂഷൻ തന്നില്ലേലും കേൾക്കുന്നു. എനിക്കതാണ് താല്പര്യം. എന്റെ വൈബിന് പറ്റിയ ആളാണ് പുള്ളിക്കാർത്തി. എന്റെ കോമഡിക്ക് ചിരിക്കും. എനിക്ക് അതുകൊണ്ട് ഇഷ്ടമാണ്. അങ്ങനെ ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തി. പറഞ്ഞോ, സ്റ്റുഡൻസ് ആണ്. വേറെ എന്തെങ്കിലും പറയടാ, എന്നെ പറ്റി പറയടാ. നീ ഓഹോ, പിന്നെ ഞങ്ങളെ കൂടെ വൈബിന് പറ്റിയ ഇന്ത്യയിലെ പേർക്ക് കൂട്ടത്തില്ല കേട്ടോ. ശരി, ആയിക്കോട്ടെ. ബാക്കി വിശേഷങ്ങൾ അടുത്ത പാർട്ടി കാണാം. അപ്പോൾ ഓക്കെ, ബൈ.